വീണ്ടും ബ്രേക്കിംഗ് ഇന്ന് പ്രഭാതത്തിൽ നോബലിന്റെ രണ്ടാമത്തെ ബ്രേക്കിംഗ് ആണ്. നോബൽ, വളരെ പ്രധാനപ്പെട്ട മറ്റെന്തോ വാർത്ത കൂടിയുണ്ട്, പറഞ്ഞോളൂ. അരുൺ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരികയാണ്. കോൺഗ്രസിൽ സമ്പൂർണ്ണ പുനഃസംഘടന ഉടൻ വേണമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കേരളത്തിന്റെ ചുമതല ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നു. ആ റിപ്പോർട്ട് ഇന്നലെ കൈമാറി എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. നേരത്തെ നേതാക്കളുമായി ദീപാദാസ് മുൻഷി പലയിടത്തായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ദില്ലിയിലും കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ട് എന്താണെങ്കിലും ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നത് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. സമ്പൂർണ്ണ പുനഃസംഘടന എത്രയും വേഗം നടത്തണം എന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അത് DCC അടക്കമുള്ള സംവിധാനങ്ങളിൽ പുനഃസംഘടന വേണം എന്നാണ് ദീപാദാസ് മുൻഷി വ്യക്തമാക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ പ്രധാനപ്പെട്ട നേതാക്കളുമായി ദീപാദാസ് മുൻഷി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ T സിദ്ദിഖ്, അതോടൊപ്പം തന്നെ MK രാഘവൻ MP എന്നീ രണ്ടുപേരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച് ഇവിടെ ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും ഈ റിപ്പോർട്ട് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത്. നേരത്തെ സമഗ്രമായൊരു പുനഃസംഘടന കേരളത്തിൽ ആവശ്യമാണ് എന്ന് വ്യക്തമായിക്കൊണ്ട് കനകുലുവും ഹൈക്കമാൻഡ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. എന്താണെങ്കിലും 2 റിപ്പോർട്ടുകളാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. പ്രധാനമായും എത്രയും വേഗം പുനഃസംഘടനയിലേക്ക് പോകേണ്ട സാഹചര്യം, പ്രത്യേകിച്ച് സംസ്ഥാനത്തെ നേതാക്കളെ ഓരോരുത്തരെയായി തന്നെ ദീപാദാസ് മുൻഷി കണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബെളഗാവിൽ നടന്ന നേരത്തെ കോൺഗ്രസിന്റെ സമ്മേളനത്തിലടക്കം ഇത്തരത്തിൽ കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നു. അതിനു പിന്നാലെ കേരളത്തിലും കൂടിക്കാഴ്ചകൾ നടന്നു എന്ന് അറിയാൻ കഴിയുന്നു. പിന്നീട് ദില്ലിയിലും എത്തിയും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതിനു പിന്നാലെയാണ് സമഗ്രമായ റിപ്പോർട്ട് എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്നത് ചർച്ചയാകുമല്ലേ? സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കമാണ് പ്രധാന ചർച്ചയെന്ന് പറയുമ്പോഴും നാളത്തെ യോഗത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കും. അത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം സംസ്ഥാന നേതാക്കളെ അറിയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലത്തെ ഈ സംവിധാനം, അതായത് K സുധാകരൻ അധ്യക്ഷനായിരിക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ വലിയ പോരായ്മകൾ ഉണ്ട് എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷ നേതാക്കൾക്കും അഭിപ്രായം ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചൊക്കെ നമ്മൾ വാർത്തയായി കണ്ടതുമാണ്. എന്താണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒരു സംവിധാനം വെച്ചുകൊണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കോ പാർട്ടി പോയി കഴിഞ്ഞാൽ അത് ഒട്ടും സുഗമമാകില്ല എന്നൊരു വിലയിരുത്തൽ നേതാക്കൾക്കടക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ദീപാദാസ് മുൻഷി നേതാക്കളെ വ്യക്തിപരമായി കണ്ടുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ആ റിപ്പോർട്ടാണ് ഹൈക്കമാൻഡ് എന്താണെങ്കിലും നൽകിയിരിക്കുന്നത്. ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളത്തെ യോഗത്തിൽ കാര്യങ്ങൾ കൃത്യമായി തന്നെ നേതാക്കളോട് വിവരിക്കും. 2 റിപ്പോർട്ടുകളുള്ള പശ്ചാത്തലത്തിൽ എന്താണെങ്കിലും ഒരു മാറ്റത്തിലേക്ക് തന്നെയായിരിക്കും കോൺഗ്രസ് പോകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരായിരിക്കും പുതിയ KPC അധ്യക്ഷൻ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനിയിപ്പോൾ ചർച്ചകൾ. അത്തരത്തിൽ ആരായിരിക്കും എന്ന കാര്യത്തിൽ മാത്രമാണ് നോബൽ. ഈ കേരളത്തിലെ എല്ലാ നേതാക്കളുമായിട്ടും ദീപാദാസ് മുൻഷി സംസാരിച്ചു. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് സംസാരിച്ചതും. അതാണ് അവരെടുത്തൊരു തീരുമാനം. കൂട്ടത്തോടെയല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചപ്പോൾ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യമില്ലെന്നും ഒരു കൂട്ടായ്മയില്ലെന്നും ദീപാദാസ് മുൻഷിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും അതാണ്. കനകോല് നടത്തിയ പഠനത്തിലും കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഒരു യോജിപ്പില്ല എന്നതാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിലും അത് തന്നെയായിരിക്കും ഉണ്ടാവുക, അല്ലേ? തീർച്ചയായും നിലവിൽ കേരളത്തിലുള്ള സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ആ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ KPCC അധ്യക്ഷനടക്കമുള്ളവരെ പുനഃസംഘടിപ്പിക്കുക എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ടയായി പറയുന്നത് എന്നാണ് നമുക്ക് വിവരം പുറത്തേക്ക് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഞാൻ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ നേതാക്കളെ വ്യക്തിപരമായി തന്നെയാണ് ദീപാദാസ് മുൻഷി ഭൂരിഭാഗവും കണ്ടിരിക്കുന്നത്. നേതാക്കൾ എല്ലാവരും, അതായത് സുധാകരനെ മാറ്റുന്നതിൽ ഒരുപക്ഷെ ആർക്കും എതിർപ്പുണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സുധാകരൻ മാറേണ്ടതിൻ്റെ ആവശ്യം നേതാക്കൾ കൃത്യമായി തന്നെ ബോധ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അത്തരത്തിൽ കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്ന് ചില നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള മാറ്റം മാത്രം, അതായത് അദ്ദേഹത്തെ പുറത്താക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്, അദ്ദേഹത്തിന് അക്കോമഡേഷൻ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റണം നീക്കത്തിലാക്കിയാണ് കോൺഗ്രസ് കടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് പോലും സുധാകരനെ പരിഗണിച്ചുകൊണ്ടൊരു മാറ്റത്തിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നിലവിൽ കേരളത്തിൽ നിന്ന് പ്രവർത്തക സമിതിയിലേക്ക് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ ശശി തരൂരുമാണ് ഉള്ളത്. അതിനു പിന്നാലെ പ്രത്യേക ക്ഷണിതാവായി കൊടുക്കുന്ന സുരേഷുമുണ്ട്. ഒരുപക്ഷേ സ്ഥിര ക്ഷണിതാവായോ അല്ലെങ്കിൽ പ്രവർത്തക സമിതി അംഗമായോ K സുധാകരനെ ഉൾപ്പെടുത്തി ഇതിലൊരു പരിഹാരത്തിലേക്ക് പോകാനുള്ള നീക്കവും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് ഉണ്ട് എന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എത്രയും വേഗം സുധാകരനും അതിന് വഴങ്ങും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. എന്താണെങ്കിൽ സുധാകരന്റെ കാര്യങ്ങൾ നാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഒപ്പം കേരള നേതാക്കളെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പുതിയ ഊർജ്ജത്തോടെ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തന്നെയാണ് ഹൈക്കമാൻഡ് ഒരുങ്ങുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കം പുതിയ നേതൃത്വമായിരിക്കും കോൺഗ്രസിനെ നയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അരുൺ.